ഫ്രണ്ട്സ്, പലപ്പോഴും സംഭവിക്കുന്നതാണ് പെട്രോൾ വാഹനങ്ങളിൽ ഡീസൽ വാഹനങ്ങളിൽ പെട്രോളും അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ഫില്ല് ചെയ്യപ്പെടുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പെട്രോൾ വാഹനത്തിൽ ഡീസൽ അടിച്ചു പോയാൽ ഇനി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ആ വാഹനം ഉപയോഗിക്കാൻ കഴിയുമോ, ഉപയോഗിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നോക്കാം. സാധാരണയായിട്ട് പെട്രോൾ വാഹനങ്ങൾ കാർബറേറ്ററിൽ വെച്ചിട്ട് എയറും ഫ്യൂവലും മിക്സ് ചെയ്ത് സിലിണ്ടറിൻ്റെ അകത്തേക്ക് കയറ്റി വിട്ട ശേഷം സിലിണ്ടറിൽ വെച്ചിട്ട് ഇൻറ്റേർണൽ കമ്പഷൻ നടന്ന ശേഷം സിലിണ്ടറിൽ കംപ്രഷൻ നടന്ന ശേഷമാണ് എന്ത് ചെയ്യുന്നത്, സ്പാർക്ക് പ്ലഗിൻ്റെ കൂടെ സഹായത്തോടുകൂടെ ബ്ലാസ്റ്റ് ചെയ്യിക്കുന്നത്, ഒരു ജ്വലനം നടത്തുന്നത്. എന്നാൽ ഫ്യൂവലിൻ്റെ ഡെൻസിറ്റി കൂടിയ ഡീസൽ നമുക്കിങ്ങനെ ചെയ്യാൻ കഴിയില്ല. പ്രഷർ പമ്പും ഒക്കെ ഉപയോഗിച്ചിട്ട് പ്രഷർ ചെയ്ത് നോസിൽ വഴി പ്രഷർ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് സ്പ്രേ ചെയ്യുക ഉയർന്ന മർദ്ദത്തിൽ. ഫ്യൂവലിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞുകൊണ്ടാണ് പെട്രോൾ നമുക്കിങ്ങനെ ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ലോ ഡെൻസിറ്റിയിലുള്ള ഫ്യൂവല് പോകുന്ന വഴിയെ ഉയർന്ന ഡെൻസിറ്റിയിലുള്ള ഡീസൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തകരാറുകൾ സംഭവിക്കും. സാധാരണ ഓയിലും ഗ്രീസും നമ്മൾ ലൂബ്രിക്കേഷൻ ഉപയോഗിക്കുന്നതാണ്. ഓയിലിന് പകരം ഗ്രീസ് ഉപയോഗിച്ചാൽ എന്താവും, പല സ്ഥലങ്ങളിലും ചെറിയ പോകുന്ന റൂട്ടുകളിലൊക്കെ ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ ഏകദേശം അതേ അവസ്ഥയൊക്കെ തന്നെയാണ് പെട്രോളിന് പകരം ഡീസൽ ഉപയോഗിച്ചാലും ഉണ്ടാവുക. ഫ്യൂവലിൻ്റെ ലൈനിൽ ചെറിയ തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ പിസ്റ്റൺ ഹെഡിൽ കരി പിടിക്കും. ഒപ്പം എൻജിൻ്റെ ഒരു സ്മൂത്ത് വർക്കിങ്ങിലൊരു വ്യത്യാസം വരും. അതേപോലെ തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുക. അപ്പോൾ ഫ്യൂവൽ മാറിപ്പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പരമാവധി സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മറ്റൊരു വാഹനത്തെ കയറ്റി വർക്ക്ഷോപ്പിൽ എത്തിച്ച് ഫ്യൂവലൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കി ലൈന് ക്ലീനാക്കി അതിനുശേഷം പെട്രോൾ ഉപയോഗിച്ച് വീണ്ടും റിൻസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാം. ഇനി അതല്ല, അത് മനസ്സിലാക്കാതെ നമ്മൾ വാഹനം എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പിസ്റ്റൺ ഹെഡ് അടക്കം ക്ലീൻ ചെയ്ത് ഓയിലടക്കം മാറ്റി കാർബറേറ്ററും ഫ്യൂവൽ ലൈനൊക്കെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്തിട്ട് സ്പാർക്ക് പ്ലഗ് ഉൾപ്പെടെ മാറിയ ശേഷം ആ ഫ്യൂവൽ കയറിക്കഴിഞ്ഞ പാത്ത് മുഴുവൻ ക്ലിയർ ചെയ്യുക. അത് ക്ലിയർ ചെയ്തതിന് ശേഷം ഉപയോഗിക്കുക. അല്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പിസ്റ്റൺ പണി അല്ലെങ്കിൽ എൻജിൻ പണി വരാനുള്ള സാധ്യത കൂടുതലാണ്. പെട്രോൾ വാഹനങ്ങളിൽ ഡീസൽ ഉപയോഗിച്ച് കഴിഞ്ഞാലാണ്. മറിച്ച് ഡീസൽ വാഹനങ്ങളിൽ ഒരല്പം പെട്രോളൊക്കെ ആണെങ്കിൽ നമുക്ക് ഡീസലിൻ്റെ അളവ് ടാങ്കിൽ കൂട്ടിക്കഴിഞ്ഞിട്ടൊക്കെ മാനേജ് ചെയ്യാൻ കഴിയും. മറിച്ചായി കഴിഞ്ഞാൽ വാഹനത്തിന് പെട്ടെന്ന് തകരാറുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ വിഷയം ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. താങ്ക്